സോണിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ബ്രൂക്കിനെ കാണിക്കും. അവനാണെങ്കിൽ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത് അവിടെയുള്ള എല്ലാവരെയും രസിപ്പിക്കുകയാണ്. സമയം പോകുന്തോറും ബ്രൂക്കിന്റെ പാട്ട് കേട്ട് ഒരുപാട് ആൾക്കാർ അവിടെ തടിച്ചു കൂടും. ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പൊ 90 ഡിഗ്രിയും 45 ഡിഗ്രിയും ഒക്കെ ആംഗിളിൽ ചെരിഞ്ഞും മലർന്നു കിടന്നും കമന്നു കിടന്നും ഒക്കെ പൊരിഞ്ഞ പാട്ടിനെല്ലാം ഒടുവില് റിലാക്സ് ചെയ്ത് അവൻ ബാക്ക് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഒരു കുപ്പി വെള്ളമെടുത്ത് അവൻ അവന്റെ ബോഡിയിലൂടെ ഒഴിക്കും. അപ്പോഴാണെങ്കിൽ അവനൊരു കോള് വരുന്നുണ്ട്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പോ ആ ട്രീ നമ്പർ 46 കാണിക്കും. അവിടെയാണ് നമ്മുടെ ഫേക്ക് ലൂഫിയുടെ സോൾജിയേഴ്സ്. അവിടെ ഒരു ചുമരിന് പുറകിലായിട്ട് ഒരു നേവി സോൾജിയർ അവരുടെ മൂവ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് നേവിക്കാർക്ക് അപ്പോ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കാണ്. കറക്റ്റ് ടൈം ഒരു പൈലറ്റ് അവനാ നേവിക്കാരനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ച് അട്ടിക്കുകയാണ്. അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റിക്കൊടുക്കും. ഞങ്ങളുടെ കയ്യിൽ പെട്ടവരാരും ഇന്നേ വരെ ജീവനോടുകൂടെ ഇവിടുന്ന് തിരികെ പോയിട്ടില്ല. ഡയലോഗ് അടിക്കുന്ന ഗ്യാപ്പില് ഈ നേവിക്കാരനാണെങ്കിൽ അവന്റെ ഗണ്ണെടുക്കാൻ ശ്രമിക്കും. അത് കണ്ട ആ പൈലറ്റ് വലിയൊരു സ്റ്റിക്ക് എടുത്ത് അവന്റെ തലയിൽ അടിച്ച് അവനെ സെക്കൻഡുകൾ കൊണ്ട് തല്ലി കൊല്ലും. അതിനുശേഷം അവന്റെ ബ്രദറിനടുത്ത് ആ നേവിക്കാരനെ കുഴിച്ചിടാൻ പറയും. അപ്പോഴായിരിക്കും കറക്റ്റ് ടൈം നമ്മുടെ ഫേക്ക് ലൂഫി അവിടേക്ക് വരിക. ഫേക്ക് ലൂഫിയെ കാണേണ്ട താമസം ആ പൈററ്റ്സ് അവരിപ്പോ ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് ചിയർ ചെയ്യാനായിട്ട് ആരംഭിക്കും. ലൂഫി പറയും, ഗായ്സ്, ഞാനാണ് സാക്ഷാൽ സ്ട്രോ ഹാറ്റ് ലൂഫി. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ടീമിലേക്ക് സ്വാഗതം. ഞാൻ അധികം വൈകാതെ തന്നെ കിങ് ഓഫ് പൈററ്റ് ആവാൻ പോവാണ്. സോ നിങ്ങൾ പിന്നീട് കിങ് ഓഫ് പൈററ്റ്സിന്റെ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സ് എന്നായിരിക്കും ഈ ലോകം അറിയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവനൊക്കെ പണയപ്പെടുത്തി എന്റെ കൂടെ നിൽക്കാനും സെയിൽ ചെയ്യാനും തയ്യാറാണോ? അവരാണെങ്കിൽ കൈയൊക്കെ പൊക്കി എടുത്തു ചാടി ഞങ്ങൾ തയ്യാറാണ് എന്ന് വിളിച്ചു കൂവും. അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ലൂഫിയുടെ ടീമിൽ കയറി പറ്റണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് ആ ഭാഗത്ത് നിന്ന് ഈ സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലേക്ക് വന്നതുപോലും. അവരാണെങ്കിൽ വീണ്ടും നിർത്താതെ നേവി ഹെഡ്ക്വാർട്ടേഴ്സുകളെ പോലും തകർത്ത് കളഞ്ഞ് നേവിക്കാരെ വെല്ലുവിളിച്ച കിങ് ഓഫ് ദ പൈററ്റ് മങ്കി ഡി ലൂഫി. നിങ്ങളുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്നത് അത് ശരിക്കും ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് ഫേക്ക് ലൂഫിയെ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് തള്ളി മറിക്കും. അതേസമയം ഇവർ രണ്ടുപേരും ചേർന്ന് റിയൽ ലൂഫിയെ ആ ഫേക്ക് ലൂഫിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇവിടെ ഫേക്ക് ലൂഫി അവൻ വലിയൊരു അറിയിപ്പ് അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതിന് ഒരു പ്രത്യേക കാര്യമുണ്ട്. ഈ ഐലാൻഡില് 3 പേര് എന്നെ ഇൻസൾട്ട് ചെയ്തു. നിങ്ങളുടെ കിങ് ആണ് ഞാൻ. നിങ്ങളുടെ കിങ്ങിനെ ഇൻസൾട്ട് ചെയ്തവരെ അവരെ വെറുതെ വിടാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ച് ഇവിടേക്ക് കൊണ്ടുവരണം. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ടാസ്ക്. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ മണ്ടൻ ലൂഫി അവനാണെങ്കിൽ ഇപ്പോഴും അവർ ഫേക്ക് ആണെന്ന് അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ അവരോട് കാര്യമായിട്ട് സംസാരിക്കുകയാണ്. സോറോ ആൻഡ് സാൻജി, നിങ്ങൾ രണ്ടുപേരും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ അടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. 2 വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോ കുറച്ച് പേടിയാവാൻ തുടങ്ങും. ഈ മീശക്കാരന് ശരിക്കും സ്ട്രോ ഹാറ്റ് ലൂഫിയ ടീമിനെ അറിയായിരിക്കോ? നമ്മുടെ കള്ളക്കളി അത് പൊളിയോന്നൊക്കെ ചിന്തിച്ച് അവർ പേടിച്ച് മുൻപോട്ടേക്ക് പോകും. അവരിങ്ങനെ കുശൂശിക്കുന്നത് കാണുമ്പോൾ ലൂഫിക്ക് വിശ്വസിക്കാനായിട്ടാവില്ല. ഇത്രയും കാലവും കേരിയും പാമ്പുമായിട്ടിരുന്ന ഇവരെങ്ങനെ ചക്കരയായി? മാത്രമല്ല ഇവരെന്നെ കാര്യമായിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ലൂഫി കൺഫ്യൂസ്ഡ് ആവും. അതേസമയം ഇവിടെ ബ്രൂക്കിന് അവനാണെങ്കിൽ ഇപ്പൊ നേവി ടീമുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇൻഫർമേഷൻസ് കിട്ടും. പുറത്ത് ജനങ്ങളാണെങ്കിൽ ബ്രൂക്കിന്റെ പ്രോഗ്രാമിന് വേണ്ടി അലമുറയിടുകയാണ്. ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബ്രൂക്കിനെ പിടിക്കാൻ ഇപ്പോൾ ഒരുപാട് നേവി സോൾജിയേഴ്സ് അവിടെ മുഴുവൻ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ബ്രൂക്കിനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ അവിടേക്ക് വന്ന് അവനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് നല്ലൊരു വിശ്വാസമുണ്ട്. അവൻ മൈക്കിനടുത്തേക്ക് വന്ന് ഞങ്ങളോട് സംസാരിക്കും. അവൻ എന്തെങ്കിലും പറയാൻ തയ്യാറെടുക്കുമ്പോഴേക്കും ഇപ്പൊ നേവി ആൾക്കാർ അവരാണെങ്കിൽ ബ്രൂക്കിന്റെ വാണ്ടഡ് പോസ്റ്ററൊക്കെ ഉയർത്തി കാണിക്കും. ഇവൻ ആക്ച്വലി നിങ്ങൾ കരുതും പോലെ സിംഗറൊന്നും അല്ല. ഇവൻ പേര് കേട്ട ഒരു പൈററ്റാണ്. സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ ടീമിലെ ഒരു മെമ്പറാണ്. ഇത്രയും കാലവും ഞങ്ങൾ ഇവനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇവനെ അറസ്റ്റ് ചെയ്യണം. ആക്ച്വലി മറൈൻ ആൾക്കാർക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തത് അത് മറ്റാരുമല്ല, അവനെ തട്ടിക്കൊണ്ടുവന്ന ആ 3 വില്ലന്മാര്. ഉടനെ അതിലൊരു വില്ലൻ ഇപ്പൊ ബ്രൂക്കിന്റെ അടുത്തേക്ക് വരും. ഇത്രയും കാലവും നിന്നെ കൂട്ടിക്കൊണ്ട് നടന്നതും പ്രോഗ്രാം സെറ്റ് ചെയ്തതും ഒക്കെ ഞങ്ങളാണ്. പുലരായതിനു ശേഷം നീ ഒറ്റയടിക്ക് ഇതൊക്കെ അവസാനിപ്പിച്ച് നിന്റെ ക്രൂവിന്റെ കൂടെ പോയ നഷ്ടം ഞങ്ങൾക്കാണ്. ഒരിക്കലും ഞാൻ അനുവദിക്കില്ല. സോ നിന്റെ അവസാനം അത് എന്റെ കൈ കൊണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അവനിപ്പോ ബ്രൂക്കിന് നേരെ കണ്ണ് നീട്ടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത
ഉസോപ്പും ചോപ്പറും അവർ രണ്ടുപേരും ഇപ്പൊ ഫ്രാങ്കിയെ കണ്ട് ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. ഓ ഗോഡ് ഫ്രാങ്കി, ഇത് നീയാണോ? നിന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ല. നിന്റെ ബോഡിയൊക്കെ ഭയങ്കര ചേഞ്ചായി. നീ ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കും. അതിന് ഫ്രാങ്കി ആണെങ്കിൽ ഇതൊക്കെ സിമ്പിൾ അല്ലേ? പക്ഷേ ഇതൊന്നും അത്ര സിമ്പിളും അല്ല. 2 വർഷം കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെയായി തീർന്നതെന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ കൈയും ബോഡിയൊക്കെ ഇട്ട് വമ്പൻ ആക്ഷനൊക്കെ കാണിക്കും. അതുകൊണ്ട് ചോപ്പറിനാണെങ്കിൽ ആങ്സൈറ്റി അത് ഓവർലോഡായി നമ്മുടെ ചോപ്പർ അവനിപ്പോ ബോധം കെട്ട് താഴെ വീഴും. അതേസമയം ഉസോപ്പിന് ഭയങ്കര കൺഫ്യൂഷൻ. ഫ്രാങ്കിയുടെ കൈ അത് വളരെ വലുതാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ അവന്റെ വലിയ കൈ കൊണ്ട് ചെയ്യാൻ കഴിയും. പക്ഷേ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനെങ്ങനെ ഈ ഒരു പൊന്തം കൈവച്ച് ചെയ്യാൻ പറ്റും? ഉടനെ ഫ്രാങ്കി അവന്റെ വലിയ കൈയിൽ നിന്ന് ഒരു ചെറിയ കൈ പുറത്തേക്കെടുത്ത് കാണിക്കും. അത് കണ്ട് ഉസോപ്പും ഇപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആവും. മറ്റൊരു ഭാഗത്ത് നാമി അവളിപ്പോ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് കപ്പലിലേക്ക് വരികയാണ്. കപ്പലിൽ റോബിനെ കണ്ട് ഒരുപാട് സന്തോഷത്തില് അവളിപ്പോ റോബിനെ ഹഗ് ചെയ്യും. നാമി ആ കപ്പൽ നോക്കും. കപ്പലിലെ കോട്ടിംഗ് ഒക്കെ അടിപൊളിയായി ചെയ്തിരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ ഫ്രാങ്കിയുടെ ബോഡിയിലും മൂക്കിലും ഒക്കെ കൈവച്ച് അമർത്തും. ഉടനെ അവന്റെ ഹെയർ ആണെങ്കിൽ ഇപ്പൊ ഷോക്ക് അടിച്ച പോലെ മുകളിലേക്ക് ഉയരും. ചോപ്പറിനാണെങ്കിൽ അവന്റെ ബോഡിയിലെ പുതിയ ഗാഡ്ജറ്റ്സ് ഒക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അതിന് ഫ്രാങ്കി പറയും, തീർച്ചയായിട്ടും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ ലൂഫി അവനും കൂടെ ഒന്നിവിടേക്ക് എത്തിക്കോട്ടെ. അങ്ങനെ അവർ കാഷ്വലായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും റെയിലി അവിടേക്ക് എത്തുക. റെയിലി പറയും, നിങ്ങളുടെ റീയൂണിയൻ അത് ബാഡ് ആക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ സബോർഡിനേറ്റ് ആർക്കിപലകത്തില് സിറ്റുവേഷൻസ് ഇപ്പോ കുറച്ച് വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ബ്രൂക്കിനെ കാണിക്കും. ബ്രൂക്കിന്റെ അടുത്തേക്ക് ആ നേവി സോൾജിയേഴ്സ് അവരെത്തിക്കഴിഞ്ഞു. ഉടനെ ബ്രൂക്ക് അവനിപ്പോ മൈക്കിലൂടെ വിളിച്ചു പറയും, ദയവ് ചെയ്ത് എനിക്കൊരേ ഒരു പാട്ട് അതും കൂടെ പാടാനുള്ള അവസരം തരണം. ആക്ച്വലി നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചത്. 2 വർഷങ്ങൾക്ക് മുൻപ് ഈ സബോർഡിനേറ്റ് ആർക്കിപലകത്തിൽ വെച്ച് വളരെ ബാഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്കുണ്ടായി. പക്ഷെ ഇവിടെ വെച്ച് തന്നെ ഇപ്പൊ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജേണി അത് ആരംഭിക്കാൻ പോവാണ്. ഇവര് പറഞ്ഞതുപോലെ തന്നെ സ്ട്രോഹാർ ലൂഫി ടീമിലെ ഒരു മെമ്പറാണ് ഞാൻ. 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. ഞങ്ങളും ഈ ലോകവും വിശ്വസിച്ചിരിക്കുന്നത് പോലെ സ്ട്രോഹാർ ലൂഫി അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടുകൂടെ ഉണ്ട്. ബ്രൂക്ക് അത് പറയേണ്ട താമസം അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും റോക്കറ്റ് വിട്ടതുപോലെ നാനാവശത്തേക്ക് ഓടാനായിട്ട് ആരംഭിക്കും. ബ്രൂക്ക് ആണെങ്കിൽ അപ്പോഴും നിർത്താതെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ടീം ക്യാപ്റ്റൻ ലൂഫി അവൻ കിങ് ഓഫ് ദ പൈററ്റ് ആവും. എന്നെ ഇത്രയും കാലവും സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി. അത് കേട്ട് കുറച്ച് അവന്റെ ഫാൻസ് ഒക്കെ അവിടെ തന്നെ നിന്ന് ബ്രൂക്കിനു വേണ്ടി വീണ്ടും ആരോ മുഴക്കുകയാണ്. അതേസമയം നേവി ഓഫീസേഴ്സ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ് അവരെല്ലാവരും അവരുടെ ഹെഡ് ഓഫീസിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ അപ്പൊ തന്നെ പാസ് ചെയ്യും. ഫാൻസുകളാണെങ്കിൽ വീണ്ടും ബ്രൂക്കിന്റെ അവസാനത്തെ പാട്ടിനു വേണ്ടി മുറവിളി കൂട്ടും. അവര് നേവിക്കാരെയും വില്ലന്മാരെ എല്ലാവരെയും ദൂരേക്ക് പിടിച്ചു മാറ്റും. ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ അവസാനത്തെ പാട്ട് അത് പാടി തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത അവൻ ബ്രൂക്ക് ആ വില്ലന്മാരുടെ കൂടെ ആദ്യം പാട്ട് പാടിയതും പിന്നീട് അവൻ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങിക്കൊടുത്ത് അവര് തെരുവുകളിലൂടെ പാടി നടന്നതും അവൻ ഇത്രയും ഫേമസ് ആയതും അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അവരെല്ലാവരും ഓർക്കും. ആ വില്ലന്മാർക്ക് പോലും പഴയ മെമ്മറീസ് ഒക്കെ ഓർത്ത് ഒരുപാട് വിഷമം വരും. അവനെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവൻ എവിടെയെങ്കിലും പോയി പാടി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അവനിപ്പോ ഗൺ താഴ്ത്തും. പക്ഷെ നേവിക്കാരാണെങ്കിൽ വിടാതെ അവനെ ഷൂട്ട് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴേക്കും ബ്രൂക്ക് ആണെങ്കിൽ ആ സ്റ്റേജിന്റെ റൂഫ് തകർത്ത് അങ്ങനെ മുകളിലേക്ക് ചാടി പോവാണ്. അതേസമയം ഇവിടെ 1000 സണ്ണി കപ്പലില് നമ്മുടെ ഷാഗിയെ കാണിക്കും. ആക്ച്വലി ബ്രൂക്കിനെ കോൾ ചെയ്ത് നേവി ആൾക്കാര് അവനെ റൗണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അത് അറിയിച്ചത് സാക്ഷാൽ ഷാഗിയാണ്. റെയിലി ആണെങ്കിൽ കോട്ടിംഗ് ചെയ്ത പുതിയ കപ്പല് അതെങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക, ഡ്രൈവ് ചെയ്യുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ നാമിക്ക് പറഞ്ഞു കൊടുക്കും. അതേസമയം ഇവിടെ ആ ഫേക്ക് സാഞ്ചിയും സോറോയും അവർ രണ്ടുപേരും നമ്മുടെ റിയൽ ലൂഫിയെയും കൂട്ടി ആ ഫേക്ക് ലൂഫിയുടെ അടുത്തെത്തും. ഫേക്ക് ലൂഫിക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആളെ കണ്ട് ഭയങ്കര സന്തോഷം. കാരണം അവൻ റിവഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ചക്കനെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അതേസമയം റെയിലി ആണെങ്കിൽ ആള് കറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്തിട്ട് പറയും, ലൂഫി ഓൾറെഡി സബോർഡിനേറ്റ് ആർക്കിപലകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളിപ്പോ ആ റെയിലി വിബറു കാർഡ് അതും എടുത്ത് ട്രീ നമ്പർ 46ലേക്ക് പോകണം. കാരണം ഓൾറെഡി ഒരുപാട് നേവിക്കാര് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ജേണി അത് സ്റ്റാർട്ട് ആവാൻ ടൈമായെന്ന് പറയുമ്പോൾ നമ്മുടെ ആൾക്കാര് അവർ ന്യൂ വേൾഡിലേക്ക് പോവാൻ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.